നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ സിപിഎമ്മിൽ ചരിത്രത്തിലില്ലാത്ത വിധം കനത്ത ആഭ്യന്തര കലഹവും ഗ്രൂപ്പ് യുദ്ധവും പുകയുന്നു. നേമം മണ്ഡലത്തിൽ മത്സരിച്ച മുൻ മന്ത്രി വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്താൻ സ്വന്തം പാർട്ടിയിലെ ഉന്നത നേതാക്കൾ ബിജെപിയിൽ നിന്നും ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്ന കടുത്ത ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പാർട്ടി അക്ഷരാർത്ഥത്തിൽ സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്കാണ് ഈ വെളിപ്പെടുത്തൽ തള്ളിവിട്ടിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.വി. ജയരാജന്റെ സാന്നിധ്യത്തിൽ നടന്ന നിയമം ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് പാർട്ടിയുടെ അടിത്തറയിളക്കുന്ന തരത്തിലുള്ള ഈ തുറന്നു പറച്ചിലുകൾ ഉണ്ടായത്. ബിജെപിയിൽ നിന്ന് പണം കൈപ്പറ്റി പാർട്ടിയുടെ വിശ്വസ്തത പണയം വെച്ച നേതാക്കളെ പുറത്തു കൊണ്ടുവരുവാൻ അടിയന്തരമായി പാർട്ടി അന്വേഷണ കമ്മീഷനെ വെക്കണമെന്ന് പാപ്പനംകോട്ടു നിന്നുള്ള അംഗം പരസ്യമായി ആവശ്യപ്പെട്ടു. ഇതിനായുള്ള തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം നേതൃത്വത്തെ വെല്ലുവിളിച്ചു. കേവലം ഒരു പരാജയ വിലയിരുത്തലിനപ്പുറം പാർട്ടിയുടെ പരമോന്നത നേതാക്കളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലേക്കാണ് യോഗത്തിൽ അണികളുടെ വികാരം അണപൊട്ടിയൊഴുകിയത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ അസഹിഷ്ണുത നിറഞ്ഞ പെരുമാറ്റമാണ് ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റിയതെന്ന് കല്ലിയൂരിൽ നിന്നുള്ള യുവ നേതാവ് ആഞ്ഞടിച്ചു. മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണുമ്പോൾ കുരച്ചു ചാടുന്ന നായയെപ്പോലെയാണ് ഗോവിന്ദന്റെ ഭാവമെന്ന് ഒരു അംഗം കുറ്റപ്പെടുത്തി. അദ്ദേഹം സംസാരിക്കുന്ന ശൈലി യോഗത്തിൽ അനുകരിച്ച് കാണിച്ചതും നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു. ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ ചാടിക്കടിക്കാൻ ശ്രമിക്കുന്ന ഗോവിന്ദൻ താനിരിക്കുന്ന കസേരയുടെ വലിപ്പം മനസ്സിലാക്കുന്നില്ലെന്ന് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരുടെ വീടുകളിൽ ചെന്നപ്പോൾ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി കടിക്കുമോ എന്ന് ജനങ്ങൾ നേരിട്ട് ചോദിച്ചതായും നേതാക്കൾ വെളിപ്പെടുത്തുന്നു. ഈ പാർട്ടിയെ തകർത്ത ഗോവിന്ദനോട് അണികൾ പൊറുക്കില്ലെന്നും സ്വന്തം ഭാര്യയ്ക്ക് സീറ്റ് ഉറപ്പിച്ച ശേഷമാണ് അദ്ദേഹം അണികൾക്ക് നേരെ ഗിരിപ്രഭാഷണം നടത്തിയതെന്നും യോഗത്തിൽ കടുത്ത വിമർശനമുയർന്നു. ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി EMS അക്കാദമിയിൽ കൊണ്ടിരുത്തുകയാണ് നല്ലതെന്ന പരിഹാസവും യോഗത്തിലുണ്ടായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള കടന്നാക്രമണമാണ് നിയമം കമ്മിറ്റിയിലുണ്ടായത്. നിലവിൽ പിണറായി വിജയനെ ചെറിയ കുട്ടികൾ പോലും മാൻഡ്രേക്ക് എന്നാണ് വിളിക്കുന്നതെന്ന് ബാലരാമപുരത്തു നിന്നുള്ള നേതാവ് തുറന്നടിച്ചു. തൊട്ടതെല്ലാം വൻ പരാജയമാക്കി മാറ്റിയ പിണറായിയെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാക്കാൻ എടുത്ത തീരുമാനം ചരിത്രപരമായ തെറ്റാണെന്നും ആ തീരുമാനം പാർട്ടി ഉടൻ റദ്ദാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. പ്രകാശ് കാരാട്ടിനും ബൃന്ദ കാരാട്ടിനും നടപ്പിലാക്കിയ പ്രായപരിധി എന്തുകൊണ്ട് പിണറായി വിജയന് ബാധകമാകുന്നില്ല എന്ന ചോദ്യവും പാർട്ടിയിൽ പുതിയ കലാപക്കൊടി ഉയർത്തി. കഴിഞ്ഞ 35 വർഷമായി CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കണ്ണൂരിൽ നിന്നുള്ളവർക്ക് മാത്രമായി സംവരണം ചെയ്തിരിക്കുകയാണോ എന്നും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ നിന്നുള്ളവരെ എന്തുകൊണ്ടാണ് ഈ പദവിയിലേക്ക് പരിഗണിക്കാത്തതെന്നും തിരുവനന്തപുരത്തെ നേതാക്കൾ ചോദിച്ചു. മുൻ ഇടത് സർക്കാരിലെ കോക്കസ് സംഘമായിരുന്ന PM മുഹമ്മദ് റിയാസ്, P. രാജീവ്, MP രാജേഷ് എന്നിവർക്കെതിരെയും യോഗത്തിൽ കടുത്ത രോഷമാണ് ഉയർന്നത്. ഇവരുടെ ധാർഷ്ട്യവും ജനവിരുദ്ധ നയങ്ങളുമാണ് പാർട്ടിയെ ഈ അവസ്ഥയിലെത്തിച്ചത്. മുൻമന്ത്രി VA വാസവനെ കാണാൻ സഹകരണ മേഖലയിലെ യൂണിയൻ നേതാക്കൾ എത്തിയപ്പോൾ സഖാവി എന്ന് അഭിസംബോധന ചെയ്തതിന് എന്നെ സാർ എന്ന് വിളിക്കണമെന്ന് വാസവൻ ശാഠ്യം പിടിച്ച കാര്യം യോഗത്തിൽ വലിയ ചർച്ചയായി. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഈ മുതലാളിത്ത ഭാവം ജനങ്ങൾക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കിയതായി വിലയിരുത്തപ്പെട്ടു. തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിനെതിരെയും യോഗത്തിൽ വലിയ ആരോപണങ്ങൾ ദൃശ്യമായി. ജില്ലാ സെക്രട്ടറി സ്ഥാനം വെറുമൊരു MP-ക്കും MLA-ക്കും ചുറ്റിപ്പറ്റി മാത്രം നിൽക്കുകയാണെന്നും മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒരു പ്രത്യേക സംഘമാണ് തലസ്ഥാനത്തെ പാർട്ടി നിയന്ത്രിക്കുന്നതെന്നും വിമർശനമുയർന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഇതേ കോഴ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന് നേരെ തലസ്ഥാനത്തെ അണികൾ പരസ്യമായ കലാപത്തിലേക്ക് നീങ്ങുമെന്നാണ് നിയമം ഏരിയ കമ്മിറ്റി നൽകുന്ന വ്യക്തമായ സൂചന. നിയമം ഏരിയ കമ്മിറ്റിയിൽ ഉയർന്ന ഈ അഭൂതപൂർവമായ കലാപം കേവലം ഒരു പ്രാദേശിക തർക്കമായി തള്ളിക്കളയാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയില്ല. തോൽവിയുടെ ഉത്തരവാദിത്തം താഴെത്തട്ടിലുള്ള അണികളുടെ തലയിൽ കെട്ടിവെച്ച് തലപ്പത്തിരിക്കുന്നവർ സുരക്ഷിതരാകാൻ നോക്കേണ്ടതില്ലെന്ന ശക്തമായ താക്കീതാണ് യോഗത്തിൽ ഉയർന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സോഷ്യൽ മീഡിയ PR ഏജൻസികൾക്ക് കോടികൾ ഒഴുക്കിയിട്ടും ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്ന് യോഗം വിലയിരുത്തി. താഴെത്തട്ടിൽ വോട്ടർമാരുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയിരുന്ന സഖാക്കളെ മാറ്റി നിർത്തി. സ്മാർട്ട് ഫോൺ രാഷ്ട്രീയത്തിന് പിന്നാലെ പോയതാണ് ജനങ്ങളിൽ നിന്ന് പാർട്ടി ഒറ്റപ്പെടാൻ കാരണമെന്ന കടുത്ത വിമർശനം യോഗത്തിലുണ്ടായി. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ പ്രത്യേകിച്ച് തീരദേശ പിന്നാക്ക മേഖലകളിൽ LDF-ന് സംഭവിച്ച വൻ ചോർച്ച നേതൃത്വത്തിന്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും കോർപ്പറേറ്റ് ശൈലിയിലുള്ള വികസന മാതൃകകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മുൻ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ജനങ്ങൾ നൽകിയ ശക്തമായ തിരിച്ചടിയാണ് ഈ പരാജയമെന്ന് യോഗം വിലയിരുത്തുന്നു. അതേസമയം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ സാന്നിധ്യത്തിൽ പരമോന്നത നേതാക്കളെ ഇത്തരത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ചതിനെതിരെ പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്.
യോഗത്തിൽ പാപ്പനംകോട്, കല്ലിയൂർ, ബാലരാമപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉയർത്തിയ കടുത്ത പരാമർശങ്ങൾ പാർട്ടി അച്ചടക്കത്തിന്റെ ലംഘനമാണെന്നാണ് ഇവരുടെ വാദം. സംസ്ഥാന സെക്രട്ടറിയെയും മുൻ മുഖ്യമന്ത്രിയെയും പരസ്യമായി യോഗത്തിൽ അധിക്ഷേപിച്ചതും അവരുടെ സംസാരിക്കുന്ന ശൈലി അനുകരിച്ച് പരിഹസിച്ചതും ഗുരുതരമായ അച്ചടക്ക ലംഘനമായി കണ്ട വരും ദിവസങ്ങളിൽ ഇവർക്കെതിരെ പാർട്ടി കടുത്ത അച്ചടക്ക നടപടിയെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ. എന്നാൽ താഴെത്തട്ടിലെ അണികളുടെ വികാരം ഇതാണെന്നിരിക്കെ നടപടികളിലേക്ക് നീങ്ങിയാൽ അത് തലസ്ഥാനത്തെ പാർട്ടിയിൽ വലിയൊരു പിളർപ്പിന് വഴിയൊരുക്കുമെന്ന ഭയവും ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. നേമത്തുയർന്ന ഈ കോഴ ആരോപണവും നേതൃത്വത്തിനെതിരെയുള്ള തുറന്ന യുദ്ധവും വരും ദിവസങ്ങളിൽ മറ്റ് ഏരിയ കമ്മിറ്റികളിലേക്കും ജില്ലാ കമ്മിറ്റികളിലേക്കും പടരുമെന്നത് ഉറപ്പാണ്. തോൽവിക്ക് കാരണം താഴെത്തട്ടിലുള്ളവരുടെ വീഴ്ചയല്ല, മറിച്ച് മുകളിൽ ഇരിക്കുന്നവരുടെ ധാർഷ്ട്യവും ജനവിരുദ്ധ നയങ്ങളുമാണെന്ന ബോധ്യം അണികൾക്കിടയിൽ ശക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും ഒരേപോലെ പ്രതിരോധത്തിലാക്കുന്ന ഈ ആഭ്യന്തര കലഹം AKG സെന്ററിനെ വരും ദിവസങ്ങളിൽ എങ്ങനെ ഉലയ്ക്കുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. വരും ദിവസങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിന് തന്നെയാകും കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നേമം ഏരിയ കമ്മിറ്റിയിൽ നിന്നുയർന്ന ഈ അഭൂതപൂർവമായ പടയൊരുക്കം പാർട്ടി സംസ്ഥാന കേന്ദ്രമായ AKG സെന്ററിനെ കടുത്ത പ്രതിരോധത്തിലാണ് ആക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ താഴെത്തട്ടിൽ നിന്ന് ഇത്തരം ശക്തമായൊരു ജനകീയ വികാരം നേതൃത്വത്തിന് നേരെ തിരിയുമെന്നത് സംസ്ഥാന സമിതി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ പല ലോക്കൽ കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലും സമാനമായ രീതിയിൽ നേതൃത്വത്തിനെതിരെയുള്ള അതൃപ്തി പുകയുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ ചർച്ച ചെയ്യാൻ പാർട്ടി തയ്യാറാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ മറ്റു ജില്ലകളിലെ കമ്മിറ്റികളും സമാനമായ രീതിയിലുള്ള പരസ്യ പ്രതികരണം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ജനവിരുദ്ധ നയങ്ങൾ തിരുത്താൻ തയ്യാറാകാത്ത നേതാക്കളുടെ ധാർഷ്ട്യമാണ് പാർട്ടിക്ക് ഭരണ തുടർച്ച നഷ്ടമാക്കിയത് എന്ന വികാരം ഭൂരിഭാഗം പാർട്ടി പ്രവർത്തകരിലും ശക്തമായി കഴിഞ്ഞു. സാധാരണക്കാരായ വോട്ടർമാർ പാർട്ടിയിൽ നിന്ന് അകന്നുപോയതിന്റെ യഥാർത്ഥ വശം സംസ്ഥാന നേതൃത്വം ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് അണികളുടെ പ്രധാന ആക്ഷേപം. ഇതിനിടെ തിരുവനന്തപുരത്ത് ഉയർന്ന ഈ ആഭ്യന്തര കലഹം അടിയന്തരമായി പരിഹരിക്കുവാൻ സംസ്ഥാന സമിതിയുടെ അടിയന്തര യോഗം വിളിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. നേമത്തുയർന്ന കോഴ ആരോപണത്തെക്കുറിച്ച് പാർട്ടി തലത്തിൽ രഹസ്യാന്വേഷണം നടത്താൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർബന്ധിതരായേക്കും. എന്നാൽ അന്വേഷണ കമ്മീഷനെ വെച്ച് വിഷയം ഒതുക്കി തീർക്കുവാനാണ് നേതൃത്വം ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരെ തെളിവുകളുമായി പരസ്യമായി രംഗത്തിറങ്ങുവാൻ തന്നെയാണ് ഒരു വിഭാഗം പ്രാദേശിക നേതാക്കളുടെ തീരുമാനം. ഇത് പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷവും തിരുത്തൽവാദികളും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം വ്യക്തികളിൽ മാത്രം ഒതുങ്ങാതെ കൂട്ടായ നേതൃത്വത്തിന്റെ പരാജയമായി കണ്ട് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഉൾപ്പെടെ വലിയ അഴിച്ചുപണികൾ വേണമെന്ന ആവശ്യം ഇപ്പോൾ തെക്കൻ ജില്ലകളിൽ നിന്ന് മാത്രമല്ല പാർട്ടിയുടെ കോട്ടയായ കണ്ണൂരിൽ നിന്നുള്ള ചില മുതിർന്ന നേതാക്കൾക്ക് നിന്നും ഉയർന്നുണ്ടെന്നാണ് സൂചന. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്നും പാർട്ടി മുക്തമാകുന്നതിന് മുൻപ് തന്നെ സംഘടനയ്ക്കുള്ളിൽ രൂപപ്പെട്ട ഈ ആഭ്യന്തര പിളർപ്പ് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് വളരുകയാണ്. അണികളുടെ വികാരത്തെ അടിച്ചമർത്താൻ നേതൃത്വം ശ്രമിച്ചാൽ അത് വരും ദിവസങ്ങളിൽ വലിയൊരു പാർട്ടി വിട്ടൊഴിഞ്ഞു പോക്കിനോ അല്ലെങ്കിൽ പുതിയൊരു തിരുത്തൽവാദി ഗ്രൂപ്പിന്റെ രൂപീകരണത്തിനോ കാരണമായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. വരും ദിവസങ്ങളിൽ AKG സെന്ററിൽ നിന്നും പുറത്തുവരുന്ന തീരുമാനങ്ങൾ കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കുമെന്നത് ഉറപ്പാണ്.